ഹലോ, മറ്റൊരു ബാലി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് ബാലിയിലെ പ്രശസ്തമായിട്ടുള്ള ക്രെറ്റേവ് ബൂത്തിലെ പൂൾ പാർട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് കളയാട്ടോ. 1,30,000 ഇന്തോനേഷ്യൻ റുപ്യ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടേക്കുള്ള എൻട്രൻസ് എടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ഹൈലൈറ്റ്സ് ഈ ഒരു പൂളും വൈൽഡ് സ്വിങ്സും പിന്നെ തട്ടായിട്ടുള്ള ഇവരുടെ റൈസ് ഫ്ലോറൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഒത്തിരി ഏരിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. നമ്മളിവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കറങ്ങിയിട്ട് അവസാനമാണ് കേട്ടോ ഈ ഒരു പൂളിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ വലിയ ബാഗും കാര്യങ്ങളൊക്കെ എൻട്രൻസിൽ തന്നെ ഒരു കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കയ്യിലുള്ളത് പാസ്പോർട്ടും ക്യാഷും മൊബൈലും മറ്റ് ക്യാമറകളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ ബാഗാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം അന്വേഷിച്ച് നടക്കായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവരൊരു ഏരിയ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ചെറിയ ഷെൽഫിലാണ് നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. അവർ പറയുന്നത് ഇവിടെ സേഫ് ആണ്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ്. നമുക്ക് വേറെ നിവൃത്തിയില്ല, ഇവിടെയാണ് നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മലഞ്ചെരുവിലാണ് ഈ ഒരു പൂളുള്ളത്. 3-4 തട്ടുകളായിട്ടാണ് കേട്ടോ ഈ ഒരു പൂള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പൂളിന്റെ ഓപ്പോസിറ്റ് ബാലിയിലെ പ്രശസ്തമായിട്ടുള്ള റൈസ് ടെറസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഒരു പൂളിൽ നിൽക്കുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഗ്രീനറിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ബീറും ആൽക്കഹോളും സോഫ്റ്റ് ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ള കാഴ്ചകളല്ല, ഒരു വിവരണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു പൂളിന്റെയും ഈ ഒരു പൂൾ പാർട്ടിയുടെയും ഭംഗി ആസ്വദിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ഇത് നമ്മളൊരു ഇന്റർനാഷണൽ സ്ഥലമാണ്, ബാലിയാണ്, പൂളാണ്, വിദേശ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. അപ്പൊ അതുപോലെയുള്ള കാഴ്ചകളായിരിക്കും ഇനി തുടർന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ.
അങ്ങനെ നമ്മൾ പൂളിൽ ഒത്തിരി സമയം ചെലവഴിച്ചു കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ പൂളിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ഫുഡിനും ഡ്രിങ്ക്സിനൊക്കെ അത്യാവശ്യം കത്തി വിലയാണ്. നമ്മൾ നമ്മുടെ നാട്ടിലായാലും അല്ല അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാലും ഉള്ള സെയിം അവസ്ഥയാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വില കൂടുതലായിരിക്കും കാര്യങ്ങൾക്കൊക്കെ. നമ്മൾ ഇന്ന് ഉബൂദിലെ അവസാനത്തെ ദിവസത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ബാലിയിലെ മറ്റൊരു അട്രാക്ഷൻ സ്ഥലമായിട്ടുള്ള കുട്ടയിലേക്ക് പോകേണ്ടതുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ സ്റ്റേ എടുത്തിട്ടുള്ളത് കുട്ടയിലാണ്. നമുക്ക് ഓൺലൈനിലായിട്ട് കാറ് ബുക്ക് ചെയ്യണം. ഇവിടെ ഇപ്പൊ സമയം വൈകുന്നേരം 6 മണിയോടെ അടുക്കുകയാണ്. പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ഗ്രാബിൽ നമ്മൾ കാറ് ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ഡബിൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്നിട്ട് ക്രെറ്റ ഉബൂദിന്റെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ആ ഒരു സംഭവത്തിന്റെ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ. വന്ന സമയത്ത് നമ്മൾ അധികം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സൈഡിൽ നമ്മുടെ കോഫി ലൂവാക്ക ഉണ്ടാക്കുന്ന മെയിൻ പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു ജീവിയുടെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. Hi, hello, how are you? What's your name? Kadek. Yeah. Okay. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ഇവിടെ ഇറങ്ങി ടിക്കറ്റ് ഒക്കെ എടുത്ത സമയം കൊണ്ട് തന്നെ മഴയൊക്കെ മാറി നിന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. നമ്മളിനി കുട്ടയിൽ ഒരു അടിപൊളി സ്റ്റേ എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത പ്രൈസിനാണ് നമുക്ക് അവിടുത്തെ സ്റ്റേ കിട്ടിയിട്ടുള്ളത്. അടിപൊളി റൂം വിത്ത് AC. നമുക്ക് 1000 രൂപ റേഞ്ചിലാണ് കേട്ടോ ഒരു ദിവസത്തേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുട്ടയിലേക്ക് ഏകദേശം 50 കിലോമീറ്ററിന് മുകളിലുണ്ട് കേട്ടോ. 2 മണിക്കൂറാണ് നോർമൽ ടൈം പിടിക്കുക. പക്ഷെ ഇപ്പോൾ ഉച്ചരിഞ്ഞ സമയത്ത് പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ 2 മുതൽ 3-3.5 മണിക്കൂറൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. ബാലിയിൽ വന്നിട്ട് ഇനിയുള്ള 3 ദിവസം നമ്മൾ കുട്ടയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ആ ഒരു കുട്ടയിൽ നിന്നാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ടും സ്കൂട്ടറും കാര്യങ്ങളൊക്കെ റെന്റ് എടുക്കണം കേട്ടോ. ലാസ്റ്റത്തെ നമ്മുടെ ഡേയ്സുകൾ കുട്ടയിലാക്കിയതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്ക് ഉബൂദിൽ നിന്നൊക്കെ എയർപോർട്ടിലേക്ക് പോകാനാണെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പല സമയത്തും നമുക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ബാലിയിൽ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം കുട്ടയിൽ സ്റ്റേ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലെ വിശേഷങ്ങൾ. നമുക്ക് ഈ ഒരു പ്രത്യേക ഉബൂദിലെ പൂളും പൂൾ പാർട്ടിയും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.